വയനാട് വാഗേരിയിലെ നരഭൂജി കടുവ കൂട്ടിൽ കുടുങ്ങി 10 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് കൂട്ടിലായത്. കോളനി കവലയിലെ ആദ്യത്തെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ശ്രീത്ത് ചേരുന്നുണ്ട്. ശ്രീത്ത്, എപ്പോഴായിരുന്നു ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയത്? പത്ത് ദിവസത്തിന് നീണ്ട തിരച്ചിലിനൊടുവിൽ വയനാട് വാഗേരിയിലെ നരഭൂജിയായ കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ഇത്രയും ദിവസം നീണ്ടു നിന്ന ആ ഭീതി ഒന്ന് അകന്നിരിക്കുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നൊക്കെ തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ തന്നെ ഇപ്പോൾ ഒരു അവസാനം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. 10ാം ദിനമാണ് കെണിയിലാകുന്നത് കടുവ. ശ്രീത്ത് ചേർന്നുണ്ട്. ശ്രീത്ത്, എപ്പോഴായിരുന്നു ഈ കടുവ കൂട്ടിലായത്? രജനി, 10 ദിവസം കഴിഞ്ഞ് വയനാട്ടിലെ വൈകേരിയെ വിറപ്പിച്ച കടുവ നിലവിൽ കൂട്ടിലായിരിക്കുകയാണ്. 10 മിനിറ്റ് മുൻപാണ് നിലവിൽ ആദ്യമായി സ്ഥാപിച്ച കൂടിൽ കടുവ കുടുങ്ങിയിരിക്കുന്നത്. വലിയ തിരച്ചിലായിരുന്നു 10 ദിവസമായി മേഖലയിൽ നടന്നത്. അതിനിടയിലാണ് നിലവിൽ കടുവ കുടുങ്ങിയിരിക്കുന്നത്. വലിയ ദൗത്യസംഘം തന്നെ നിലവിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി വെച്ച കൂടി തന്നെയാണ്, കവലയിൽ വെച്ച കൂടിലാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു കടുവ കുടുങ്ങിയിരിക്കുന്നത്. വലിയ ജനങ്ങളും ഇവിടെ തടിച്ചു കൂടുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇവർ ഉയർത്തുന്നത്. ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇവരുടെ ആവശ്യം. വെടിവെച്ച് തന്നെ കൊല്ലണം, ഈ കടുവയെ വെടിവെച്ച് തന്നെ കൊല്ലണം. ഇവർ കൊല്ലാണ്ട് കൊണ്ടുപോകാനുള്ള നടപടിയിലേക്കാണ് ഇവർ നടന്നുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ ചുരുങ്ങിയ ആളുകളുള്ളപ്പോൾ ഇവർ ഇതെങ്ങനെ വണ്ടി വന്നു, ഫോറസ്റ്റ് വണ്ടി വന്നു. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ആകെ നാല് പേര് ഇവരെ നമ്മളെ വെല്ലും വെച്ച് കൊണ്ടുപോകാനുള്ള പരിപാടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെയുള്ള ജനങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് അവിടെ കിടക്കുന്ന മറ്റേ പോലീസുകാർ അറിയുന്നു, അവരിവിടെ വരുന്നു, മറ്റുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു. ഇവിടെയുള്ള സാധാ ജനങ്ങളെ പോലും കൊണ്ടുപോകാൻ കാണിക്കാണ്ടും കൊല്ലാണ്ട് ഇവിടെ ഒരു പ്രജീഷ് എന്ന് പറയുന്ന യുവാവ് മരിച്ചത് നിങ്ങൾ അറിയാവുന്നു. 10 ദിവസമായി ഇതുണ്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. 10 ദിവസമായി ഈ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് എന്റെ വീടിന്റെ ബേക്കിലാണ് പോലീസുകാർ വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇവിടുന്ന് ആ 100 മീറ്റർ എന്റെ വീട്ടിലേക്കുള്ളൂ. എന്തായാലും ജനങ്ങൾ സംഘടിക്കുകയാണ് രജനി. എന്തായാലും പ്രജീഷിനെ കടിച്ചു കൊന്ന കടുവയെ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും അത് തോട്ടത്തിനുള്ളിലോ കൂടിലാണ് കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ കൂട്ടമായി മാറുകയാണ്. കടുവയെ പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും കടുവയെ പ്രജീഷിനെ കടിച്ചു കൊന്ന കടുവയെ എന്തായാലും വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ജനങ്ങൾ ശ്വേത, അവിടെ ഈ വനംവകുപ്പും പോലീസും ഒക്കെ ആയിട്ട് തന്നെ ജനങ്ങൾ വാക്കേറ്റം ഒക്കെ തന്നെ നടത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് അത്രയധികം പ്രതിഷേധമാണ്. തീർച്ചയായും രജനി, കാരണം ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കടുവ പട്ടാപ്പകൽ തന്നെ കടിച്ചു കൊന്നിരുന്നു. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. കടുവയുമായി ദൗത്യസംഘം പുറത്തു വരികയാണ്. എന്നാൽ ലാത്തി വീശുമോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിലേക്ക് 3 റോഡുകളാണ് ഉള്ളത്. 3 റോഡുകളും നിലവിൽ ജനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. കടുവയെ വെടിവെച്ച് ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കഴിയൂ. തങ്ങളുടെ സഹോദരനായ പ്രജീഷിനെ കടിച്ചു കൊന്ന കടുവയെ എന്തായാലും ഈ നാട്ടിൽ നിന്നും പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീത്ത്, ഈ കൂട്ടിലായ കടുവയുമായിട്ട് വനം വകുപ്പ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ മൂടക്കൊല്ലി കോളനിയിൽ സ്ഥാപിച്ച ആ കൂട്ടിലാണ് കടുവ കുടുങ്ങിയെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ വലിയ ഒരു സുരക്ഷാ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ജനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. എപ്പോഴായിരിക്കും ഈ കടുവയും കൊണ്ട് ഈ റോഡിലേക്ക് അല്ലെങ്കിൽ ഈ ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടുമായിട്ട് എത്തുക? തീർച്ചയായും
രജനി, ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കടുവയെ എന്തായാലും പുറത്തുവിടാൻ കഴിയില്ലെന്ന വനം വകുപ്പിന്റെ വാഹനമാണ് ദൃശ്യങ്ങൾ കാണുന്നത് തോന്നുന്നു ശ്രീജിത്ത്. എന്തായാലും വയനാട്ടിൽ വാഗേരിയിൽ നരഭോജിയായ പ്രജീഷിനെ കടിച്ചു കൊന്ന കടുവ കൂട്ടിലായിരിക്കുകയാണ്. മൂടക്കൊല്ലി കോളനിയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. എന്തായാലും കടുവയുമായി ദൗത്യസംഘം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെ ഈ വാഹനത്തിലെ നിലവിൽ ഇത്തരത്തിൽ ജനങ്ങൾ തടയുകയാണ്. വലിയ സംഘം ആളുകൾ തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. MLA അടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സംഘർഷാവസ്ഥ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന. സ്ത്രീകൾ അടക്കമുള്ളവർ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളൊരാവശ്യവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇല്ലാതെ വനപാലകരെ അടക്കം പുറത്തേക്ക് വിടില്ല എന്ന ആവശ്യവും വരുന്നുണ്ട്. അതേസമയം തന്നെ വൻ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ശ്രീത്ത് പറഞ്ഞതുപോലെ തന്നെ MLA അടക്കമുള്ളവർ പ്രദേശത്തേക്ക് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും ഈ കടുവയെ പിടികൂടിയതിനു ശേഷം അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നീക്കങ്ങളൊക്കെ തന്നെ വനം വകുപ്പ് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജിത്ത്, എന്താണ് വനം വകുപ്പ് നൽകുന്ന മറുപടി? അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. സ്ഥലത്ത് വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഈ കടുവയെ വെടിവെച്ച് കൊല്ലാതെ പുറത്തേക്ക് വിടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് ജനങ്ങൾ. രജനി, എന്തായാലും നിലവിൽ കടുവ കൂട്ടിലായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കടുവയെ സുൽത്താൻ ബത്തേരിയിലെ കടുവ സങ്കേത കേന്ദ്രത്തിലേക്ക് മാറ്റുവാനാണ്, കടുവ പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റുവാനാണ് വനവകുപ്പിന്റെ തീരുമാനം. എന്നാൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്. പ്രായഭേദ വ്യത്യാസമില്ലാതെ. അർജുൻ PS കൂടെ ഉണ്ട് എന്ന് കരുതുന്നു. അർജുൻ, എന്തായാലും 10 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഈ നരഭോജിയായ കടുവ കൂട്ടിലായിരിക്കുകയാണ്. മൂടക്കൊല്ലി കോളനിയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കെണിയിൽ പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ കടുവയുമായിട്ട് പുറത്തു പോകാൻ വനംവകുപ്പിനെ അനുവദിക്കുന്നില്ല. അവിടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. സ്ത്രീകൾ അടക്കമുള്ളവരാണ് പ്രതിഷേധത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. രജനി, തീർച്ചയായും അതായത് കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് കടുവയെ കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഫോറസ്റ്റ് അധികൃതരോ പോലീസുകാരോ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. DFO അടക്കമുള്ള ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു. അവരുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക. എന്നാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ചർച്ച തങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ആദ്യ ദിവസം തന്നെ ഇവർ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞതാണ് കടുവയെ വെടിവെച്ച് കൊണ്ടുപോകുമെന്നുള്ള ഒരു തീരുമാനം നാട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അതായത് കടുവയെ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം നടത്തുന്നത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ തന്നെ സാധിക്കും. അതായത് സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. ഏകദേശം 10 ദിവസമായി ഈ ഒരു കടുവ ഒരാളെ കൊന്നതിന് ശേഷം, ഈ കൂട് വെച്ചതിന് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കടുവ ഇവിടെ അകപ്പെടുന്നത്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നാട്ടുകാർ അടക്കമുള്ളവർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. അതായത് കുട്ടികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഫോറസ്റ്റ് എത്തരത്തിലാണ് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. വനം വകുപ്പിനെതിരെയും പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് നാട്ടുകാർ ഇത്തരത്തിൽ ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കടുവയെ കൊണ്ടുവരുന്ന വാഹനം അടക്കം തടഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം സൃഷ്ടിക്കുന്നത്. അതായത് ആ വാഹനത്തിന്റെ അടുത്തേക്ക് നീങ്ങുവാനാണ് ഇവിടെ നാട്ടുകാർ ശ്രമിക്കുന്നത്. അതായത് ഇവർ പറയുന്നത് എന്തെന്നാൽ MLA അടക്കമുള്ളവർ സ്ഥലത്ത് വന്നതിന് ശേഷം മാത്രമേ ഈ കടുവയെ പുറത്തു കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രാവാക്യം അടക്കമാണ് ഇവർ വിളിക്കുന്നത്. അതായത് ഇത്രയും ഇങ്ങനെ ഒരു രീതിയിലേക്ക് നീങ്ങുമ്പോൾ ഇനിയും ആളുകളെ ഈ കടുവ കൊല്ലാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടിട്ടാലും കടുവ വീണ്ടും ഇവിടെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം വീണ്ടും തുടരുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഇവിടെ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യപ്രകാരമാണ് നാട്ടുകാർ അടക്കമുള്ളവർ ഇവിടെ ഇറങ്ങി, അല്ലെങ്കിൽ സ്ത്രീകൾ അടക്കമുള്ളവർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്. അതായത് വാഹനങ്ങളൊന്നും. അർജുൻ, അവരുടെ ആവശ്യം ന്യായമാണ്. കാരണം അവർ ഈ 10 ദിവസം മാത്രമല്ല, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടവരാണ് ഈ വയനാട്ടിലെ വാഗേരി പ്രദേശങ്ങളിൽ അടക്കമുള്ളവർ.
തീർച്ചയായും രജനി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പുതുശ്ശേരിയിലടക്കം, മാനന്തവാടി പുതുശ്ശേരിയിലടക്കം കഴിഞ്ഞ വർഷമാണ് ഒരാളെ ഇത്തരത്തിൽ കടുവ ആക്രമിച്ച് കൊന്നിരുന്നത്. ആ സമയത്തും ആ കടുവയെ പിടികൂടുകയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതായത് ഇത്തരത്തിൽ കടുവകൾ ആൾക്കാരെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വന്യജീവികൾ ആളുകളെ ആക്രമിക്കുമ്പോൾ പിന്നീട് എടുക്കുന്ന ഒരു എഫേർട്ട് അല്ല അവർക്ക് ആവശ്യം. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഇത്തരത്തിൽ എത്ര പേരെ നഷ്ടപ്പെടണമെന്നാണ് ആ നാട്ടുകാർ അടക്കമുള്ളവർ ചോദിക്കുന്നത്. അതായത് നാട്ടുകാരും അതുപോലെ തന്നെ സ്ത്രീകൾ അടങ്ങുന്നവരടക്കം ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് ഭീതിയോടെയാണ് ഇവിടെ ഈ 10 ദിവസവും മുൾമുനയിൽ നിന്നുകൊണ്ടാണ് നാട്ടുകാർ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ മാധ്യമങ്ങളോട് അടക്കം കാര്യങ്ങൾ പറയാതെ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പോലും പറഞ്ഞിരുന്നില്ല. അത്തരത്തിലേക്ക് പോകുമ്പോൾ നാട്ടുകാർ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് തങ്ങളോട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞത് കടുവയെ കൊണ്ടുപോകില്ല, കടുവ ഇവിടെ തന്നെ നശിപ്പിക്കുമെന്നുള്ള രീതിയിലായിരുന്നു വനംവകുപ്പ് ഉറപ്പ് നൽകിയത്. എന്നാൽ ഇപ്പോൾ വനംവകുപ്പ് ഇതിൽ നിന്നും പിറകോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിച്ചത്. ഏകദേശം 10 ദിവസമായി അർജുൻ, ഇപ്പോൾ ഈ നാട്ടുകാർ നിൽക്കുന്നതിന് കുറച്ച് അകലെയായിട്ട് മാത്രമാണ് വനംവകുപ്പ് ഈ പിടികൂടിയ കടുവയുമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായും രജനി, അതായത് വനംവകുപ്പിന്റെ കടുവ ഇവിടുന്ന് ഏകദേശം ഒരു 10 അടി മാത്രം നീങ്ങി കഴിഞ്ഞാൽ വനംവകുപ്പ് കടുവയെ പിടിച്ചിരിക്കുന്ന ആ വണ്ടി അടക്കം ഇട്ടിട്ടാണുള്ളത്. അതായത് വണ്ടിയിൽ നിന്ന് മൂടി വെച്ചേക്കുവാണ് ആ കടുവയെ. അപ്പോൾ അത്രയും അടുത്താണ് നാട്ടുകാരുള്ളത്. ഏത് നിമിഷവും നാട്ടുകാർ അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പോലീസുകാരുടെ കുറഞ്ഞ ഫോഴ്സ് മാത്രമാണ് ഇവിടെയുള്ളത്. ആകെ 5-8 പോലീസുകാരാണ് ഇവിടെയുള്ളത്. ഇത്രയും പ്രതിഷേധം നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നിരുന്നാൽ തന്നെയും ഈ പ്രതിഷേധം നടക്കുന്ന ആ സമയത്തും ഇത്രയും മാത്രം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചുകൊണ്ടുള്ള എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതായത് ആകെ ചുരുങ്ങിയ പോലീസുകാർ മാത്രമാണ് ഇവിടെയുള്ളത്. നാട്ടുകാരാണെങ്കിൽ അത്രയ്ക്ക് പ്രതിഷേധത്തിലാണ്, അവർക്ക് പ്രതിഷേധമുണ്ടാകും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൽ ആ കടുവയെ പിടികൂടുകയും ഇതുപോലെ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആനയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലും ഇവർ ഒരു നടപടിയും എടുക്കാതെ അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു കാടുമൂടിയ പ്രദേശമാണ്. അതിനിടയ്ക്ക് കൂടെ തന്നെ ഇവരുടെ കൃഷിയുണ്ട്. അതായത് കാപ്പികൾ അടങ്ങിയ കാപ്പി കൃഷി അടക്കമുണ്ട്. ഇത്രയും നാളായിട്ടും ഈ നിരോധനാജ്ഞയാണ് 19-ാം തീയതി വരെ ഇവരെ നിരോധനാജ്ഞ നീട്ടിയിരുന്നു. ആ സമയത്തിനുള്ളിൽ ഇവർക്ക് കാപ്പി പറിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതായത് ഇവരുടെ കാർഷിക വൃത്തി പോലും ഇന്ന് മര്യാദയ്ക്ക് നടന്നിരുന്നില്ല. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇനിയും കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. അർജുനും ശ്രീജിത്തും ദയവായി ലൈനിൽ തുടരുക.